ക്രിയ അല്ലെ, ക്രിയ വെർബ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അപ്പൊ അല്ലെ ഇത്രയും നേരം ഇപ്പൊ നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ 3 പാർട്സ് ഇപ്പൊ ഇത്രയും സമയം കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നൗൺ എന്താ, അഡ്ജക്റ്റീവ് എന്താ, വെർബ് എന്താ. വെരി ഗുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഗെയിം അല്ലെ, ചെറിയൊരു ഗെയിം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ഈ ഗെയിമിന്റെ പേരെന്താന്നറിയോ? ഫൈൻഡ് ആൻ ഒബ്ജക്റ്റ്. അപ്പൊ ഞാന് ഒരു നൗണും അല്ലെങ്കിൽ നൗണ് വേണ്ട, നൗണ് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ അല്ലെ ആ സാധനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അഡ്ജക്റ്റീവ്സ് അല്ലെ, അതായത് ഓരോ കളേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയ കാര്യങ്ങള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കാൻ പറയും. അപ്പൊ നിങ്ങൾ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് എനിക്ക് കാണിച്ചു തരണം അല്ലെ. നമുക്ക് സംസാരിക്കാൻ ഇപ്പൊ എല്ലാവരും കൂടെ മൈക്ക് ഓൺ ചെയ്താൽ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അല്ലെ സ്ക്രീനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാണിച്ചു തരണം. ഓക്കെ ആണോ? ഓക്കെ, ആരും റെഡി ആണോ? എല്ലാവരും പറഞ്ഞേ റെഡി ആണോ? ഓക്കെ, സോ ആദ്യമായിട്ട് മിസ് പറയട്ടെ, ഫൈൻഡ് സംതിങ് റെഡ്. ഓക്കെ, ആരാദ്യം കാണിക്കാൻ നോക്കട്ടെ, ആരാദ്യം കാണിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ അല്ലേ സെഞ്ചി ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, മാസ്ക്, സ്പൈഡർമാന്റെ മാസ്ക് അല്ലേ. Okay, Bazan is showing a Spider-Man mask. Hat, beautiful hat. അല്ലേ ബിസ്മി? നല്ല beautiful red hat ബിസ്മിയുടെ കയ്യിലുണ്ട്. ആൻഡ് okay, sharpener. പോരട്ടെ. Red, find something red. Very good. Okay, so എല്ലാവരും അല്ലേ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത്ര പെട്ടെന്നൊന്നും കിട്ടൂലെന്ന്. അത് ശരി. ഓക്കെ. നോക്കട്ടെ. റെഡ് കളറിൽ വരച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നീ. ഹനാൻ എവിടെ? ഓക്കെ, അല്ലേ ഡെഡിക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, സോ റെഡ് കളറിലുള്ള പല സാധനങ്ങളും മിസ് കണ്ടു. നെക്സ്റ്റ്, ഫൈൻഡ് സംതിങ് ടു സ്മോൾ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ടു സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചെറുത് അല്ലെ, വളരെ കുഞ്ഞതായിട്ടുള്ള സാധനങ്ങൾ. ആരാണ് ഏറ്റവും കുഞ്ഞതായിട്ടുള്ള സാധനം കാണിക്കുന്നതെന്ന് നോക്കട്ടെ. എന്താ കാണിക്കാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് സംതിങ് ടു സ്മോൾ. ഓക്കെ. സോ ഐ എം സീയിങ്. ഞാൻ കണ്ടോണ്ടിരിക്കാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു സാധനം കണ്ടു. നജാജ് എന്ന് പറയുന്നതിൽ അല്ലെ വളരെ കുഞ്ഞ ഒരു ക്യാപ്പ്, എന്തിന്റെ ഒരു ക്യാപ്പ് എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതെന്താടാ? ജംസ് ആണോ? ജംസ് മിഠായി ആണോ റഫീദ? ഓക്കെ, അപ്പൊ കറക്റ്റ് ടൈമിൽ തന്നെ നിനക്ക് സാധനം കിട്ടിയില്ലേ. നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മള് സ്റ്റിക്കറൊക്കെ എടുക്കുന്ന മെഷീൻ അല്ലേ. ഫൈൻഡ് സംതിങ് ടു സ്മോൾ അല്ലെ. ടു സ്മോൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ വെരി ഗുഡ്. അയ്യോ അതെനിക്ക് കാണാനേ പറ്റുന്നില്ല, അത്ര കുഞ്ഞതാണ്. എന്താ അത്? റെഡ് ബീഡ് ആണോ? ഇസ് ഇറ്റ് റെഡ് ബീഡ്? ഓക്കെ, റെഡ് ബീഡ് അല്ലെ. ഒരു ചുവന്ന മുത്ത്, വളരെ ചെറിയൊരു മുത്ത് എടുത്തിട്ടുണ്ട്. സോ വെരി ഗുഡ്. ഇനി വേറൊരു അഡ്ജക്റ്റീവ് വെച്ചിട്ട് മിസ് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറയട്ടെ. കണ്ടുപിടിക്കൂലേ? ഓക്കെ അല്ലേ? ബോറല്ലല്ലോ. ഇതൊക്കെ എന്ത് അല്ലെ മിസ്? ഇതൊക്കെ എന്ത് ഞങ്ങളോടോ അല്ലെ? ഓക്കെ, ഇനി അടുത്തത്, ഫൈൻഡ് സംതിങ് വിച്ച് ഈസ് സോ ക്യൂട്ട്. വളരെ ക്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങള്. ഒരു പെൻഗ്വിൻ അല്ലേ. ഓക്കെ, എല്ലാവരുടെ കയ്യിൽ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അല്ലേ ഒരു ഇറേസർ ആണ് തോന്നുന്നുണ്ട് അല്ലെ ഫാത്തിമ ഹുദ?
അല്ലെ? ഒരു കുഞ്ഞ ഇറേസർ, അതിലൊരു മിക്കി മൗസ് ഒക്കെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഫ്ലവർ ഉണ്ട്. ഓ, ഇസ് ദാറ്റ് എ ലബൂബു? ലബൂബു ടോയ് ആണല്ലേ? ലബൂബു ടോയ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഓ, ഒരു പിങ്ക് ടെഡ്ഡി ബിയർ നിങ്ങൾ കാണുന്നുണ്ടോ? ഫ്രം ദി ഐഡിയ ബിസ്മി, അല്ലെ? ഒരു പിങ്ക് ടെഡ്ഡി ബിയർ, എന്ത് ഭംഗിയാ കാണാൻ. ഓക്കെ, സോ വെരി ക്യൂട്ട്. ആ, എല്ലാവരും എടുത്തിട്ടുണ്ട്, എല്ലാവരും എടുത്തിട്ടുണ്ട് അല്ലേ? കുഞ്ഞേത്. ഔ ഔ, എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. വളരെ ചെറിയ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ എപ്പോഴും നല്ല ക്യൂട്ടായിരിക്കും അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷോ പീസുകളൊക്കെ അല്ലെ? ഷോ പീസിന് വെക്കുന്നത് ആനിമൽസ് ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞെ പെൻഗിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ഓക്കെ, വെരി ഗുഡ് അല്ലെ? അപ്പൊ ഒരുപാട് പേര് ഒരുപാട് കുഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ വയ്ക്കും അല്ലെ? നിങ്ങൾക്ക് എടുക്കാൻ വയ്ക്കും. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. നല്ലൊരു ഗെയിം ആയിരുന്നു അല്ലെ? നല്ലൊരു ഗെയിം ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് ഗെയിംസും പിന്നെ ഒരുപാട് കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ 10 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പല്ലേ നമ്മൾ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ, ഒരു മണിക്കൂർ ആയിട്ടില്ല അല്ലെ? 1 മണിക്കൂർ ആയിട്ടില്ല. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് നൗൺ അല്ലെ? വാട്ട് ഈസ് നൗൺ, വാട്ട് ഈസ് an adjective, what is a verb അല്ലെ? ആൻഡ് ഹൗ ടു ഡിസ്ക്രൈബ് തിങ്സ് അല്ലെ? തിങ്സുകളൊക്കെ നമ്മൾ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാ അല്ലെ? തിങ്സുകളൊക്കെ നമ്മൾ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാ അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഐ എം വെരി സോറി. എന്ത് ചെയ്യാം? ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. നമുക്ക് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കാണാം, സംസാരിക്കാം കേട്ടോ. ഇനി വേണമെന്ന് വിചാരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാണ്ട് പോയതല്ല. ഗെയിം നമുക്ക് കളിക്കാം. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് മിസ്സിന്റെ കയ്യിൽ കേട്ടോ. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, നമുക്ക് കളിക്കാം അല്ലെ? ഇംഗ്ലീഷ് ഗെയിംസുകൾ അല്ലെ? ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗെയിംസുകൾ ഒക്കെ നമുക്ക് കളിക്കാം. ഇത് മാത്രമൊന്നുമല്ല, ടങ് ട്വിസ്റ്റർ ഒക്കെ മിസ് പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നു അല്ലെ? ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നാവുളുക്കി അല്ലെ? നാവുളുക്കി അല്ലെ? ഒന്ന് മിസ് പറയട്ടെ. മിസ് ഒന്ന് പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാല് അല്ലെ കലപിലയാവും. അപ്പൊ മിസ് ഒന്ന് പറയട്ടെ. ഐസ്ക്രീം, യു സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ഓക്കെ, എന്താ അതിന്റെ മീനിങ്? ഐസ്ക്രീം, യു സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം അല്ലെ? സ്ക്രീം ചെയ്യാന്ന് പറഞ്ഞാല് നിലവിളിക്ക അല്ലെ? നമ്മൾ സൗണ്ട് ഉണ്ടാക്കുക, ഒച്ചപ്പാട് ഉണ്ടാക്കുക. സ്ക്രീം ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ സ്ക്രീം ചെയ്തു, നിങ്ങൾ സ്ക്രീം ചെയ്തു, എല്ലാവരും സ്ക്രീം ചെയ്തു. എന്തിന്? ഫോർ ഐസ്ക്രീം, ഫോർ ഐസ്ക്രീം അല്ലെ? ഐസ്ക്രീമിന് വേണ്ടി എല്ലാവരും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി എന്നാ പറയുന്നത്. അതൊരു 5 പ്രാവശ്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാന് അല്ലെ? എങ്ങനെ? ഐസ്ക്രീം, യു സ്ക്രീം, വി സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ഐസ്ക്രീം, യു സ്ക്രീം, വി സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ഐസ്ക്രീം, യു സ്ക്രീം, വി സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. അല്ലെ? രസമാണ്. ഇങ്ങനെ ഒരുപാട് ഗെയിംസ് കേട്ടോ, ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ 10 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യൂലേ? ജോയിൻ ചെയ്യൂലേ? ചെയ്യണം. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. വളരെ ഫണ്ണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഫാത്തിമത്ത് സുഹറ, ഞാൻ കണ്ടു ഫാത്തിമത്ത് സുഹറ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ണായിട്ട് ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേഷൻ പഠിക്കാം, സ്പീക്ക് ചെയ്യാൻ പഠിക്കാം. ഓക്കെ ആണല്ലോ? പാരന്റ്സിനോടൊക്കെ പറയല്ലോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, മിസ്സിന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം കേട്ടോ. 10 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ്, ഒരു ദിവസം 2 മണിക്കൂർ വീതമാണ് വരുന്നത് കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ജോയിൻ ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഫൺ ഗെയിംസ് നമുക്ക് കളിക്കാം അല്ലെ? ഇപ്പൊ നിങ്ങൾ ആരും മിസ്സിനോട് മിണ്ടിയിട്ടില്ല അല്ലെ? നമുക്ക് കഴിയില്ല അല്ലെ? അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോ മിണ്ടാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരായിട്ടാണ് എന്തുണ്ടാവുക? സെഷൻ ഉണ്ടാവുക, നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഇതുപോലെ ഫൺ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഡിയേഴ്സ്, ഐ ഹോപ്പ് യു എൻജോയ് ടുഡേസ് സെഷൻ ആൻഡ് ഓക്കെ. ഇനി എന്താ?